Beauty Mark Gold and Diamonds, specially for you. കൂട്ടുകാർ കൈകോർത്തപ്പോൾ കലാലയത്തിന് പുതിയ മുഖം. 41 വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടോട്ടി മേലങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പടിയിറങ്ങിയ 200ഓളം പേർ വീണ്ടും ഒത്തുചേർന്ന് ബാച്ച് കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ആ കൂട്ടായ്മയുടെ കരുത്തിലാണ് കൊണ്ടോട്ടി GVHSന്റെ ആധുനിക ബിൽഡിംഗുകൾക്കും സൗകര്യങ്ങൾക്കും ഇണങ്ങിയ മുഖ്യ കവാടം പുനർനിർമ്മിച്ചത്. ഓലമേഞ്ഞ കെട്ടിടം, അതുപോലെ ഓടുമേഞ്ഞ കെട്ടിടങ്ങളൊക്കെ മാറിക്കൊണ്ട് കോൺക്രീറ്റ് വലിയ കെട്ടിടങ്ങളായി സർക്കാർ വലിയ സഹായം നൽകിക്കൊണ്ട് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, ഇങ്ങനെ വലിയ ഒരു 3000ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയ സ്കൂളായി ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിന് ഉതകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്, അത് എത്ര രൂപയായാലും ചെയ്യണമെന്ന് ഞങ്ങൾ കൂടി ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകരും ഇവിടുത്തെ രക്ഷാകർത്താക്കളൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഇതിൻ്റെ പ്രവേശന കവാടം ഈ സ്കൂളിന് അനുയോജ്യമായ ഒന്നല്ല ഇപ്പോൾ ഉള്ളത്, അതൊന്ന് പുതുക്കി പണി തരണമെന്ന് ഞങ്ങളോട് പറഞ്ഞത്. തീർച്ചയായും ഞങ്ങൾ വളരെ ശിരസ വഹിച്ച് ഞങ്ങൾ ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത ഇതിൻ്റെ നിർമ്മാണം ഈ രീതിയിലൊക്കെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട പലരും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. 3 വർഷങ്ങൾക്ക് മുൻപ് 10 സഹപാഠികൾ മാത്രം ചേർന്ന് രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നിന്ന് അഡ്മിഷൻ രജിസ്റ്റർ കൈപ്പറ്റി ഓരോരുത്തരെയും കണ്ടെത്തുകയായിരുന്നു. വളരെ ശ്രമകരമായ ആ ദൗത്യം ഒരു മാസക്കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കാനായെന്ന് കൺവീനർ അബ്ദുൽ അസീസ് ആലുങ്ങൽ. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ അധ്യാപകർ, നല്ല കുറേ അധ്യാപകർ ഞങ്ങൾക്ക് നൽകിയ ആ പ്രോത്സാഹനം ഉണ്ടല്ലോ, ആ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ പല മേഖലകളിൽ എത്തിച്ചേർന്നത്. ഓരോ വിനീതനായ ഞാൻ ആരോഗ്യവകുപ്പിലെത്തി, ചിലർ നല്ല ബിസിനസ്സുകാരായി, രവിയെ പോലുള്ള ആൾക്കാരൊക്കെ ബിസിനസ്സുകാരായി മാറി, ഇന്ത്യയെ പോലുള്ള ആൾക്കാർ നല്ല രാഷ്ട്രീയക്കാരായി മാറി. ഇങ്ങനെ കുറേ ഓരോരുത്തരും നല്ല മേഖലയിലെത്താൻ ഞങ്ങൾക്ക് കിട്ടിയത് ആ അധ്യാപകരുടെ പ്രോത്സാഹനമാണ്. അന്ന് മനസ്സിലുണ്ടായിരുന്നു ഈ സ്കൂളിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 208 വിദ്യാർത്ഥികളെ ഒരു മാസം കൊണ്ട് കണ്ടെത്തി. അവരെ അതിൽ 10 പേര് മരിച്ചു പോയിരുന്നു. ബാക്കി 198 പേരുടെ ഐഡൻറ്റിറ്റി ഞങ്ങൾ കണ്ടെത്തി. അതിൽ 165ഓളം ആൾക്കാർ ഒത്തുചേർന്നാണ് 2022 ഡിസംബർ 10 ഞങ്ങൾ വൈദ്യസ്മാരകത്തിൽ ഒത്തുകൂടിയിട്ട് ഒരു വലിയ സമ്മേളനം തന്നെ ഞങ്ങൾ നടത്തി. ആ സ്കൂളിന് ചെയ്തു കൊടുക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഗേറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അതിപ്പോൾ ഏകദേശം പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷമാണ്. കാരണം നമ്മുടെ സ്കൂളിന് ഒരു ഞങ്ങളുടെ വകയായിട്ട് ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ അവിടെ പതിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു വലിയ ഒരു ദൗത്യം, ആ മുഖ്യ കവാടം തന്നെ ഞങ്ങൾക്ക് അത് പുനർനിർമ്മിച്ച് കൊടുക്കാൻ പറ്റി എന്നുള്ളതിൽ ഞങ്ങൾ ഓരോരുത്തരും സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞങ്ങൾ ഗൾഫിലുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങളൊക്കെ പഠിപ്പിച്ച് വലുതാക്കിയ ഈ സ്കൂളിന് ഒരു എളിയ ഉപഹാരമായിട്ടാണ്. 5 ഡിവിഷനുകളിലായി ഉണ്ടായിരുന്ന 208 പേരുടെയും വിവരങ്ങൾ കണ്ടെത്തി. എന്നാൽ അവരിൽ 10 പേർ നേരത്തെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരുന്നു. ബാക്കിയുള്ള 198 പേരിൽ 165 പേർ ഒത്തുചേർന്നുകൊണ്ട് ആദ്യ സംഗമം 2022 ഡിസംബർ 10 കൊണ്ടോട്ടി വൈദ്യർ സ്മാരകത്തിൽ ചേർന്നിരുന്നു. പിന്നീട് ഒരു വർഷത്തിനു ശേഷം 2ാം സംഗമവും നടന്നു. ബാച്ചിലെ അവശത അനുഭവിക്കുന്നവർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, മറ്റു മാരരോഗങ്ങളും കൈത്താങ്ങാവുകയെന്ന സേവനവും ഈ കൂട്ടായ്മ ഏറ്റെടുത്തു കഴിഞ്ഞു. മുഖ്യ കവാടം വ്യാഴാഴ്ച സ്കൂളിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക് എയർ1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.